നെക്സ്റ്റ് ടോപ്പിക്കാണ് പ്രോസസ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ മൾട്ടി പ്രോഗ്രാമിംഗ് സിസ്റ്റം ആണെങ്കിൽ കുറേ പ്രോസസ്സസ് ഒരുമിച്ച് റൺ ചെയ്യുന്നുണ്ടാവും ഒരേ സി പി യുവിൽ. അതായത് ഈ ഓരോ പ്രോസസ്സിനും സി പി യു അലോക്കേറ്റ് ചെയ്യേണ്ടി വരും. മൾട്ടി പ്രോഗ്രാമിംഗ് സിസ്റ്റം മീൻസ് അറ്റ് എ ടൈം മോർ ദാൻ വൺ പ്രോഗ്രാം റൺ ചെയ്യുന്ന സിസ്റ്റത്തിനെയാണ് എന്ത് പറയുന്നത്, മൾട്ടി പ്രോഗ്രാമിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് അറ്റ് എ ടൈം മോർ ദാൻ വൺ പ്രോഗ്രാംസ് ഉണ്ടാവും. അത് സി പി യുവിൽ എന്ത് ചെയ്യും, ഓരോ ടൈമും ഓരോ പ്രോഗ്രാമിനെ അലോക്കേറ്റ് ചെയ്ത് റൺ ചെയ്യും. അതിനെയാണ് എന്ത് പറയുന്നത്, മൾട്ടി പ്രോഗ്രാമിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് മൾട്ടി പ്രോഗ്രാമിംഗ് സിസ്റ്റത്തിൽ നമ്മൾ മെയിൻ എയിം മീൻസ് സി പി യു യൂട്ടിലൈസേഷൻ മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് സി പി യു യൂട്ടിലൈസേഷൻ മീൻസ് നമ്മൾ ആ സി പി യു യൂസ് ചെയ്യുന്നത്, അതായത് സി പി യുവിനെ ഒരിക്കലും ഐഡിയലാക്കി ഇരിക്കാൻ പാടില്ല. അതായത് സി പി യു മാക്സിമം യൂസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അത് ആണ് മൾട്ടി പ്രോഗ്രാമിംഗ് സിസ്റ്റത്തിലെ സി പി യു യൂട്ടിലൈസേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ കുറേ പ്രോസസ്സ് ഉണ്ടാവുമ്പോൾ ഒരു മൾട്ടി പ്രോഗ്രാമിംഗ് സിസ്റ്റത്തിൽ അറ്റ് എ ടൈം തന്നെ കുറേ പ്രോസസ്സസ് റൺ ചെയ്യാൻ ഉണ്ടാവും. അപ്പോൾ ആ റണ്ണ് ചെയ്യാൻ കുറേ പ്രോസസ്സസ് ഉണ്ടാകുമ്പോൾ ഏത് ഫസ്റ്റ് റണ്ണ് ചെയ്യണം, സി പി യു ഏത് ഫസ്റ്റ് റണ്ണ് ചെയ്യണം, അങ്ങനെയുള്ള ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരും. അതിനെയാണ് എന്ത് പറയുന്നത്, പ്രോസസ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. അതായത് ഏത് പ്രോസസ്സ് ഏത് ഓർഡറിൽ റണ്ണ് ചെയ്യണം എന്നുള്ള ഡിസിഷനെയാണ് എന്ത് പറയുന്നത്, പ്രോസസ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോസസ് ഷെഡ്യൂളിങ്ങിൽ നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യുന്ന കൺസെപ്റ്റാണ് ഷെഡ്യൂളിംഗ് ക്യൂസ്. അതായത് ഷെഡ്യൂളിംഗ് ക്യൂസ്, ഷെഡ്യൂളിങ്ങിന് വേണ്ടി ക്യൂ എന്ന് പറയുന്ന ഡാറ്റ സ്ട്രക്ചറാണ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ജോബ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെ പ്രോസസ്സിനൊക്കെ പുട്ട് ചെയ്യാൻ വേണ്ടി ഒരു മെമ്മറി വേണം, അതിനെയാണ് ക്യൂ എന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് നമ്മൾ പ്രോസസ്സുകൾ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഒരു സിസ്റ്റത്തിലേക്ക് ഒരു കമ്പ്യൂട്ടറിലേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അത് ഏതിൽ പ്ലേസ് ചെയ്യും, ജോബ് ക്യൂ എന്ന് പറയുന്ന ഒരു ക്യൂ ഉണ്ട്, അതിൽ പ്ലേസ് ചെയ്യും. അപ്പോൾ ആ ക്യൂവിൽ എന്താണ് ഉണ്ടാവുക, ആ സിസ്റ്റത്തിലെ എല്ലാ പ്രോസസ്സുകളും ആ ക്യൂവിലുണ്ടാവും. ജോബ് ക്യൂവിലാണ് ആ സിസ്റ്റത്തിലെ എല്ലാ പ്രോസസ്സുകളും ഉണ്ടാവുക. അപ്പോൾ അത് എല്ലാ പ്രോസസ്സുകളുടെയും ക്യൂ ആണ് എന്ത്, ജോബ് ക്യൂ. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് റെഡി ക്യൂ. റെഡി ക്യൂവിൽ മീൻസ് നമ്മൾ ഈ ജോബ് ക്യൂവിലുള്ള പ്രോസസ്സുകളിൽ ചില പ്രോസസ്സുകൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മെയിൻ മെമ്മറിയിൽ പ്ലേസ് ചെയ്യാൻ പറ്റും. ആ മെയിൻ മെമ്മറിയിൽ പ്ലേസ് ചെയ്യാൻ പറ്റിയ ജോബ്സിനെയാണ് എന്തിലുണ്ടാവുക, റെഡി ക്യൂവിൽ. അതായത് മെയിൻ മെമ്മറിയിൽ പ്ലേസ് ചെയ്ത ജോബ്സാണ് എന്തിലുണ്ടാവുക, റെഡി ക്യൂവിൽ. അത് ആ ഒരു മെയിൻ മെമ്മറിയിൽ നിന്ന് എടുത്തിട്ടാണ് സി പി യു എന്ത് ചെയ്യുന്നത്, എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ റെഡി ക്യൂവിലുള്ള പ്രോസസ്സുകളെയാണ് എന്ത് ചെയ്യുന്നത്, സി പി യു എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ മെയിൻ മെമ്മറിയിലുള്ള റിസൈഡ് ചെയ്യുന്ന പ്രോസസ്സ് എവിടെയാണ് ഉണ്ടാവുക, റെഡി ക്യൂവിലാണ് ഉണ്ടാവുക. ആ സിസ്റ്റത്തിലുള്ള എല്ലാ പ്രോസസ്സുകളും ജോബ് ക്യൂവിലാണ് ഉണ്ടാവുക. ഇപ്പോൾ 2 ടൈപ്സ് ഓഫ് ക്യൂ ആയി, ജോബ് ക്യൂ ആൻഡ് റെഡി ക്യൂ. സപ്പോസ് ഒരു പ്രോസസ്സ് സി പി യു യിലേക്ക് അലോക്കേറ്റ് ചെയ്തു. അതായത് സി പി യു ആ പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അത് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി അത് കിറ്റ് ചെയ്തു. അതായത് സപ്പോസ് അത് എന്തെങ്കിലും ഐ ഒ റിക്വസ്റ്റ് മീൻസ് ഇൻപുട്ട് ഔട്ട്പുട്ട് റിക്വസ്റ്റ്. അതായത് ആ പ്രോസസ്സിന് എന്തെങ്കിലും ഇൻപുട്ട് റീഡ് ചെയ്തെടുക്കാനുണ്ട്. അതായത് ത്രൂ കീബോർഡ് ആ പ്രോസസ്സിന് എന്തെങ്കിലും ഡാറ്റ വേണം. അപ്പോൾ എന്ത് ചെയ്യും, അത് കിറ്റ് ചെയ്ത് സി പി യു റിലീസ് ചെയ്ത് അതെന്ത് ചെയ്യും, ആ ഐ ഒ റിക്വസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ഇപ്പോൾ സപ്പോസ് കീബോർഡാണെങ്കിൽ കീബോർഡിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ഇനി എന്തെങ്കിലും ഡിസ്കിൽ നിന്ന് റീഡ് ചെയ്യാനാണെങ്കിൽ ആ ഡിസ്കിന് വേണ്ടി വെയിറ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു പ്രോസസ്സ് എവിടെയാണ് പ്ലേസ് ചെയ്യുക, ഡിവൈസ് ക്യൂവിലാണ്. അപ്പോൾ ഡിവൈസ് ക്യൂവിൽ എന്താണ് ഉണ്ടാവുക, ആ ഒരു ഡിവൈസിന് വേണ്ടി, ഇപ്പോൾ കീബോർഡിനാണെങ്കിൽ കീബോർഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പ്രോസസ്സുകളുടെ ലിസ്റ്റാണ് ഡിവൈസ് ക്യൂവിൽ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഓരോ ഡിവൈസസിനും ആ ഡിവൈസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പ്രോസസ്സുകളുടെ ലിസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിന് എന്ത് പറയും, ഡിവൈസ് ക്യൂ എന്ന് പറയും. പിന്നെ ഇനി നെക്സ്റ്റാണ് ഈ ഓരോ പ്രോസസ്സും എങ്ങനെ ഓരോ ക്യൂയും യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ക്യൂയിൻ ഡയഗ്രം വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു ക്യൂയിൻ ഡയഗ്രാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് റെഡി ക്യൂ ആണിത്. റെഡി ക്യൂ മീൻസ് നമ്മുടെ ജോബ് ക്യൂ ഉണ്ടാവും. ജോബ് ക്യൂവിൽ സി പി യുവിൽ റൺ ചെയ്യാൻ പറ്റിയ
അതായത് മെയിൻ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യാൻ പറ്റിയ കുറച്ച് പ്രോസസ്സുകൾ റെഡി ക്യൂവിൽ പ്ലേസ് ചെയ്യും. ഈ പ്രോസസ്സുകളെ നമുക്ക് എന്ത് ചെയ്യാം, മെയിൻ മെമ്മറിയിൽ ലോഡ് ചെയ്യും. എന്നിട്ട് ആ മെയിൻ മെമ്മറിയിൽ നിന്ന് ഓരോന്നായിട്ട് എടുത്ത് എന്ത് ചെയ്യും, CPU-ൽ എക്സിക്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ റെഡി ക്യൂ എന്നാണ് ഓരോ പ്രോസസ്സുകൾ സെലക്ട് ചെയ്ത് CPU-ൽ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓരോ പ്രോസസ്സുകളായിട്ട് ഓരോ പ്രോസസ്സുകളായിട്ട് സെലക്ട് ചെയ്ത് CPU-ന് കൊടുക്കും. ഇനി CPU-ൽ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പം എന്തെങ്കിലും IO റിക്വസ്റ്റ് വരാം. അപ്പോൾ ആ കേസിലാണെങ്കിൽ ആ IO റിക്വസ്റ്റ് സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, CPU അത് ഈ ഒരു പ്രോസസ്സ് CPU റിലീസ് ചെയ്യും. എന്നിട്ട് ആ IO റിക്വസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യും. എന്നിട്ട് ആ സ്പെസിഫിക് IO ക്യൂവിൽ ഏത് ഡിവൈസിനാണോ വേണ്ടി റിക്വസ്റ്റ് ചെയ്തത് ആ IO ക്യൂവിൽ പ്ലേസ് ചെയ്യും. അത് കുറേ പ്രോസസ്സുകൾ ആ IOന് വേണ്ടി ചിലപ്പം വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ഏതാണോ പ്രോസസ്സ് വന്ന ഓർഡറിൽ ഓരോ IO സർവീസസ് ആയിട്ട് കൊടുക്കും. ഇനി ആ IO റിക്വസ്റ്റ് കംപ്ലീറ്റ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, ആ ഒരു പ്രോസസ്സിനെ പിന്നെയും എന്ത് ചെയ്യും, റെഡി ക്യൂവിൽ തന്നെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യും. അപ്പോൾ ആ റെഡി ക്യൂന്ന് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പ്രോസസ്സിനെ റെഡി ക്യൂന്ന് സെലക്ട് ചെയ്ത് പിന്നെയും CPU അലോക്കേറ്റ് ചെയ്ത് പിന്നെയും ആ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യാം. ഇനി CPU-ൽ എക്സിക്യൂട്ട് ഇത് IO റിക്വസ്റ്റ് വരുന്ന കേസാണ് കാണിച്ചത്. നെക്സ്റ്റ് CPU-ൽ ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കുവാണ്. അപ്പോൾ ആ പ്രോസസ്സിന് ഒരു പെർട്ടിക്കുലർ ടൈം, അതായത് സപ്പോസ് ആ പ്രോസസ്സ് ഇപ്പം ഒരു 5 മിനിറ്റ് ആണ് റണ്ണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ആ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, തിരിച്ച് റെഡി ക്യൂവിൽ തന്നെ പ്ലേസ് ചെയ്യണം. അതായത് ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൈം സ്ലൈസ് എക്സ്പയർഡ് ആയി. അപ്പോൾ ടൈം സ്ലൈസ് കഴിഞ്ഞു. അപ്പോൾ അത് എന്ത് ചെയ്യും, റെഡി ക്യൂവിൽ തന്നെ തിരിച്ച് പുട്ട് ചെയ്യും. എന്നിട്ട് അവിടെ നിന്ന് റെഡി ക്യൂവിൽ എപ്പോഴാണോ അതിൻ്റെ ടേൺ വരുന്നത് അപ്പോൾ ആ ടൈം CPU അലോക്കേറ്റ് ചെയ്ത് റൺ ചെയ്യും. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് CPU-ൽ ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടേയിരിക്കുന്ന പ്രോസസ്സ് ഇനി പുതിയ പ്രോസസ്സുകളെ ക്രിയേറ്റ് ചെയ്യാം. ഒരു പ്രോസസ്സിനെ അതിൻ്റെ ചൈൽഡ് പ്രോസസ്സിനെ ക്രിയേറ്റ് ചെയ്യാം. അതിന് യൂസ് ചെയ്യുന്ന ഇതാണ് ഫോർക്ക്. അതായത് ഒരു പ്രോസസ്സ് പുതിയ പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, ഫോർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കേസിൽ CPU എന്ത് ചെയ്യും, പുതിയ പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യാൻ ഫോർക്ക് എ ചൈൽഡ് പുതിയ പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യും. ആ പ്രോസസ്സ് എന്നിട്ട് എന്ത് ചെയ്യും, ആ ചൈൽഡ് പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആ ചൈൽഡ് പ്രോസസ്സിനെ എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത്, റെഡി ക്യൂവിൽ പ്ലേസ് ചെയ്യും. എന്നിട്ട് അപ്പോഴാണോ CPU ഫ്രീ ആവുന്നത് അപ്പോഴേ ആ ചൈൽഡ് പ്രോസസ്സിനെ CPU-ന് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ നെക്സ്റ്റ് എന്തെങ്കിലും ഇൻട്രപ്റ്റ് വരുന്ന കേസിലാണെങ്കിൽ, ഇൻട്രപ്റ്റ് മീൻസ് എക്സ്റ്റേണൽ സിഗ്നലിനെയാണ് ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു എക്സ്റ്റേണൽ ഡിവൈസിന് CPU-ൻ്റെ ആവശ്യം വരുന്നത്. ആ കേസിൽ എന്ത് ചെയ്യണം, CPU കറൻ്റ്ലി എക്സിക്യൂട്ട് ചെയ്യുന്നത് ഏതോ പ്രോസസ്സാണോ ആ പ്രോസസ്സിനെ എന്ത് ചെയ്യണം, ടെമ്പററി ആയിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് ആ വന്ന എക്സ്റ്റേണൽ സിഗ്നലിനെ ഹാൻഡിൽ ചെയ്യണം. അപ്പോഴെന്ത് ചെയ്യണം, ആ നമ്മുടെ പ്രോസസ്സ് ടെമ്പററി സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അത് റെഡി ക്യൂവിൽ പ്ലേസ് ചെയ്യുക. ആ റെഡി ക്യൂവിൽ പ്ലേസ് ചെയ്ത് അവിടെ എന്ത് ചെയ്യും, പിന്നെ എപ്പോഴാണോ CPU അവൈലബിൾ ആവുന്നത് ആ ടൈം CPU-ൽ എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇതിനെയാണ് ക്യൂയിങ് ഡയഗ്രാം എന്ന് പറയുന്നത്.